ജീവൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ നമസ്കാരം. നമുക്കറിയാം, ചടയമംഗലം എന്ന ചുവപ്പ് കോട്ടയെ തകർത്തെറിഞ്ഞ കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് ശ്രീ എം നസീർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമുക്കറിയാം, ചടയമംഗലം ഒരു ചുവപ്പിൻ്റെ കോട്ടയാണ്. ഇതിനു മുമ്പ് ഇവിടെ ജയിച്ചു കയറിയിട്ടുള്ളത് പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരു ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്. അതിനുശേഷം ഇത്രത്തോളം ഒരു ജനകീയ മുഖത്തോടുകൂടി 7500ഓളം വോട്ടുകൾക്ക് താങ്കൾ ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അനുഭവം? ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജന്മനാടാണ്. കഴിഞ്ഞ 47 വർഷക്കാലം ഈ നാട്ടിൽ ജനിച്ച് വളർന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ മണ്ഡലത്തിലെ ഓരോ ജനങ്ങളെയും ചിരപരിചിതമാണ്. മറ്റൊരു കാര്യം, 2021 ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ചു, വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വളരെ കുറച്ചു കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ വീണ്ടും സജീവമായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഉറച്ചു നിന്നു. അത് എനിക്ക് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. നമുക്കറിയാം, ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വം കോൺഗ്രസിൽ നിലനിൽക്കുകയാണ്. അത് UDF തന്നെ ഒന്നടങ്കം ബാധിച്ചു എന്നുള്ളതാണ് ചില വാർത്തകളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഈ ഒരു സമയം എന്താണ് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു സൊല്യൂഷൻ ശ്രീ എം നസീറിൻ്റെ ഭാഗത്തായിട്ടുള്ളത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം കോൺഗ്രസ്സിലുണ്ട്. ജനാധിപത്യപരമായി ഉള്ള അഭിപ്രായഗതികൾ, പരസ്പരം കൂടിയാലോചനകൾ, ഒരു സമവായം, ഇത് കോൺഗ്രസ്സിൽ എക്കാലത്തും എത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓർക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വിഷയം വന്നപ്പോഴും ഇത്തരം അഭിപ്രായഗതികൾ ധാരാളമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലുമുള്ള ചർച്ചകൾ ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസ് വളരെ സന്ദർഭോചിതമായി ഇടപെട്ട് സമയോചിതമായ ഉചിതമായ തീരുമാനമെടുത്ത പാരമ്പര്യമാണ് കോൺഗ്രസ്സുള്ളത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ പേരാണുള്ളത്. ആ 3 നേതാക്കളും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരിൽ ഒരാളെ മാത്രമേ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ കോൺഗ്രസ് പാർട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നത് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ, വിവിധ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, MLA-മാരുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാവും. അതിൽ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചർച്ചകളും കൂടി ഉൾപ്പെടും. അപ്പം സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും, മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ക്യാബിനറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് UDF എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കറിയാം, പുറത്തു വന്നിട്ടുള്ള ചില താങ്കളുടെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളിൽ മനസ്സുകൊണ്ട് താങ്കൾ KCക്കൊപ്പമാണ്. പക്ഷെ അത് ഒരു തുറന്നു പറച്ചിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരസ്യമായി തന്നെ ആ ഒരു നിലപാടിലേക്ക് ഇനിയും പോകാൻ താങ്കൾ തയ്യാറാണോ? അല്ല, അത് ഞാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. അതിനെ സംബന്ധിച്ച് ഒരു MLA എന്ന നിലയിൽ എൻ്റെ സത്യസന്ധമായ നിലപാട് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എനിക്കൊരു അതിനെ സംബന്ധിച്ച് കാപഡ്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പാർട്ടി നേതൃത്വത്തിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേര് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യപ്പെടുത്തിയവരുമുണ്ട്, അത് രഹസ്യമായി പറഞ്ഞവരുമുണ്ട്. അത് AICC നേതൃത്വത്തിന് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ വരുന്ന നമ്മുടെ ഒരു സംശയം, ആൾക്കാർ ഒരു വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം നവമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത്, KC തന്നെ വരികയാണെങ്കിൽ വീണ്ടും ഒരു 2 ഉപതെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ കേരളം വഴിമാറി പോകും, അത് അധിക ചിലവല്ലേ, അതൊരു ദുർവ്യയമല്ലേ എന്നടക്കമുള്ള ചില പരോക്ഷമായും പ്രത്യക്ഷമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിനെ എങ്ങനെയായിരിക്കും ഒരു KC പക്ഷം പ്രതിരോധിക്കുക? അല്ല, അതിനകത്ത് പ്രതിരോധിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതൊരു പാർട്ടിയുടെ ആവശ്യമാണല്ലോ. നമ്മളിപ്പോൾ ഒരു സാഹചര്യം അനുസരിച്ചാണ് പാർട്ടി തീരുമാനിക്കുന്നത്. ഇപ്പം KC ആണ് മുഖ്യമന്ത്രി എന്ന് ആരും തീരുമാനിച്ചില്ലല്ലോ, ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് വന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പാർട്ടി അതിന് ശക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അതല്ല മറ്റൊരു സാഹചര്യമാണെങ്കിൽ അതിനനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അത് എനിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി
അനുഭാവികൾക്കും അത് അംഗീകരിക്കേണ്ടതാണ്. അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കും. ഏത് തീരുമാനം വന്നാലും പാർട്ടി അതിനോടൊപ്പം നിൽക്കും. പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ സാധാരണ പ്രവർത്തകരും ബൂത്ത് പ്രസിഡന്റുമാർ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ ഘടകങ്ങളും പാർട്ടിയാണ്. ഒക്കെ അവരെല്ലാവരും നിൽക്കും. പാർട്ടിയാണല്ലോ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും. താങ്കൾ സാധാരണ ഒരു MLA മാത്രമല്ല, ഇപ്പോൾ ഒരു KPCCയുടെ ഒരു ഭാരവാഹിയൊക്കെ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ പുതിയ മന്ത്രിസഭയിൽ താങ്കളുടെ മുഖം കൂടി ഉണ്ടാകുമോ? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. എന്നാലും അതിനൊരു ആഗ്രഹം മനസ്സിലുണ്ടാകുമോ? അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? MLA-മാരായിട്ടുള്ള എല്ലാവർക്കും മന്ത്രിയാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. പക്ഷേ മന്ത്രിയെ തീരുമാനിക്കുന്നത് അത് പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ്. എനിക്ക് വളരെ സീനിയാരിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ മന്ത്രി എന്ന നിലയിൽ അവസരം തന്നാലും ഇല്ലെങ്കിലും ഞാൻ ഈ പാർട്ടിയിൽ വിധേയനായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് ഈ MLA സ്ഥാനം തന്നെ എനിക്ക് വളരെ തൃപ്തികരമാണ്. എനിക്കങ്ങനെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. MLA ആയി ജനങ്ങളോടൊപ്പം നിന്ന്, കാരണം ധാരാളം വിഷയങ്ങളുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. ഇത് ആരും ശ്രദ്ധിക്കാത്ത ഒരു മണ്ഡലമാണ്. ഇത് നമ്മൾ സാധാരണ ഓണം കയറാ മൂല എന്ന് പറയുന്ന പോലെ നമ്മളെ മണ്ഡലത്തിൽ ജയിച്ചു വന്ന MLA-മാരാരും കാര്യമായി ശ്രദ്ധിക്കാറില്ല ഈ മണ്ഡലത്തെ. കാരണം ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അവർ MLA-മാരാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇവിടെ പലതും ചെയ്യണം. ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളുമുണ്ട്. ഓരോ വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, അതുപോലെ സാമ്പത്തിക പ്രശ്നമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്. ഇതൊക്കെ ഈ നാട്ടിലുള്ളതാണ്. അവരെയൊക്കെ സഹായിക്കാൻ പറ്റിയാൽ എനിക്ക് വളരെയേറെ തൃപ്തനാണ് ഞാൻ. അല്ല, മന്ത്രി എന്ന പദവിക്ക് ആഗ്രഹമില്ലാത്തതല്ല, എല്ലാ MLA-മാർക്കും മന്ത്രിയാവാൻ ആഗ്രഹമുണ്ടാകും. ചടയമംഗലത്തിൻ്റെ ഒരു മാസ്റ്റർ വിഷൻ എന്താണ്? താലൂക്ക് ആശുപത്രി ഏറെ കാലങ്ങളായി ചർച്ച ചെയ്യണം. അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ. അങ്ങനെ പല വികസന പൊളിഞ്ഞു കിടക്കുന്ന ധാരാളം ഗ്രാമീണ റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കണം എന്നാണ്. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഒരു പക്ഷേ മന്ത്രി ആയില്ല എങ്കിൽ കൂടി നമുക്കറിയാം KPCCയുടെ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മന്ത്രിയാകുമ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു KPCCയുടെ അമരത്തേക്ക് ഇനി ആരായിരിക്കും വരാൻ പോവുക? അങ്ങനെ ഏതെങ്കിലും പേരുകൾ മനസ്സിലോ പരിഗണനയിലോ ഒക്കെ ഉണ്ടോ? അല്ല, പേരുകൾ സ്വാഭാവികമായിട്ടും ധാരാളം നേതാക്കന്മാർ കോൺഗ്രസ്സിനകത്തുണ്ട്. ആ നേതാക്കന്മാരിൽ പലതരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ടാവും. അവരെ ആ പരിഗണന വെച്ചുകൊണ്ട് ഒരു നേതൃത്വം വരും. നമുക്കിപ്പം ആരെയും പ്രത്യേകിച്ച് അതിലേക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡൻറ്റ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് തന്നെ ഇനി മന്ത്രിയാവുമെന്ന് തന്നെ അറിയത്തില്ല. അതൊന്നും ഒരു ധാരണ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഭാരം കൂടി ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കാനുള്ളൊരു ദൗത്യം കൂടി ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടോ? അല്ല, അത് അത്തരം കാര്യങ്ങളിൽ ഞാൻ എനിക്കൊരു ഒരു ആത്മവിശ്വാസം വരുന്ന ഒരു പൊസിഷനിലല്ല. എനിക്ക് മണ്ഡലം നോക്കുക എന്നുള്ള പൊസിഷനാണ്. നമുക്കറിയാം, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചുവപ്പ് കോട്ടയാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീ MM നസീറിനെ പോലുള്ള ഒരാൾ ഇത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നത്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഈ മണ്ഡലത്തിൽ ബാക്കി കിടപ്പുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ ശ്രീ MM നസീറിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റേതാകട്ടെ ഈ മണ്ഡലത്തിൽ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം.